എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ചൂടത്ത് കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാംഗോ റെസിപ്പിയാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇപ്പം മാമ്പഴത്തിൻ്റെ സമയമൊക്കെ ആണല്ലോ, എല്ലാവർക്കും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല, എന്നാൽ കഴിക്കാനാണെങ്കിലോ നല്ല കിടു ടേസ്റ്റ് തന്നെ. ഒരു മാംഗോ ഫലൂഡയാണ് ഇന്ന് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഇത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഒരു ഗ്ലാസ് കഴിച്ചാൽ തന്നെ നമ്മുടെ വയറ് ഫില്ലാകുകയും ചെയ്യും. അത്രയ്ക്ക് നല്ല ടേസ്റ്റിയുമാണിത്. ഈ മാംഗോ ഫലൂഡ തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് 2 പഴുത്ത മാമ്പഴമാണ് എടുത്തിരിക്കുന്നത്. അധികം നാരില്ലാത്ത മാമ്പഴം തന്നെ എടുക്കണം ഇത് തയ്യാറാക്കാനായിട്ട്. അതുപോലെ തന്നെ നല്ല മധുരമുള്ള മാമ്പഴമാണെങ്കിൽ ഏറ്റവും നല്ലത് തന്നെ. ഒരു മാമ്പഴം നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുത്ത് അതിൻ്റെ പ്യൂരി എടുക്കേണ്ടതുണ്ട്. ഒരു മാമ്പഴം ചെറുതായിട്ടൊന്ന് നുറുക്കിയെടുക്കേണ്ടതുണ്ട്. 2 മാമ്പഴമാണ് മൊത്തത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഏകദേശം ഒരു 2 ഗ്ലാസ് ഫലൂഡ തയ്യാറാക്കി എടുക്കാനുള്ള ഒരളവാണ് ഞാനിവിടെ പറയുന്നത്. ഒരു മാമ്പഴം നമ്മൾ അതിൻ്റെ പ്യൂരി തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട, അല്ലാതെ തന്നെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. നിങ്ങൾക്ക് മാമ്പഴത്തിന് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തോട്ട് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് അടിച്ചെടുക്കണം. ഇവിടെ ഞാനൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടാണ് അടിച്ചെടുക്കുന്നത്. ഇത് അധികം മധുരമില്ലാത്ത മാമ്പഴമായതുകൊണ്ടാണ് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. നല്ല മധുരമുള്ള മാമ്പഴമാണെങ്കിൽ പഞ്ചസാരയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരില്ല. ഇനി ഫലൂഡയ്ക്ക് മെയിനായിട്ട് വേണ്ടത് സബ്ജ സീഡ്സ് ആണ്. കസ്കസ് എന്ന് പറയും. 1 ടീസ്പൂൺ അളവിൽ കസ്കസ് നമുക്കൊരു 10 മിനിറ്റ് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. കഴുകിയിട്ട് ഒന്ന് സോക്ക് ചെയ്ത് വെക്കുകയാണ്. അതിൽ പൊടിയൊക്കെ കാണും, അപ്പോൾ അതൊന്ന് കഴുകിയിട്ട് വേണം ഇതുപോലെ ഒന്ന് സോക്ക് ചെയ്ത് വയ്ക്കാൻ. ഇനി നമുക്ക് സേമിയ ഒന്ന് വേവിച്ചെടുക്കണം. 1/2 കപ്പ് അളവിൽ സേമിയയാണ് ഞാൻ. 1 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളമൊന്ന് ചൂടായി വന്നപ്പോൾ റോസ്റ്റഡ് ആയിട്ടുള്ള സേമിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഒത്തിരി അങ്ങ് വെന്ത് പോകരുത്, ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി. ഫലൂഡയിൽ ചേർക്കുന്ന സേവ് നമുക്ക് മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. അത് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ സേമിയ വെച്ചിട്ട് നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. പിന്നെ ഈ സേമിയയുടെ കൂട്ടിനൊരു മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചെറുതായിട്ട് തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നേരിയ സേവാണ് എടുത്തേക്കുന്നത്, അപ്പോൾ ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ തന്നെ വെന്ത് കിട്ടും. വെന്തങ്ങ് കുഴഞ്ഞു പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്കിതൊന്ന് ഊറ്റിയെടുത്തിട്ട് തണുത്ത വെള്ളത്തിലൊന്ന് ചെറുതായിട്ട് കഴുകിയെടുക്കേണ്ട ആവശ്യമുണ്ട്. ഈ വേവിച്ചെടുത്ത സേമിയ നമുക്കിനി തണുത്ത വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കണം. അതൊന്ന് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഫലൂഡയ്ക്ക് ആവശ്യമായിട്ടുള്ള പാലാണ് എടുത്തേക്കുന്നത്. ഞാൻ 1 കപ്പ് അളവിൽ പാലെടുത്തിട്ടുണ്ട്. പാൽ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. ഈ പാലിന് നമുക്കൊരു മധുരത്തിൻ്റെ ആവശ്യമുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം ഇതൊന്ന് റൂം ടെമ്പറേച്ചറിലാകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ സേമിയ ഒന്ന് വേവിച്ച് തണുപ്പിച്ചെടുക്കേണ്ട ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ അടുപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിവിടെ സബ്ജ സീഡ്സ് സോക്ക് ചെയ്ത് വെച്ചിരുന്നു. അതുപോലെ തന്നെ മാങ്ങ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. മാങ്ങയുടെ പ്യൂരിയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ സബ്ജ സീഡ്സ് ആണ് ഇട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന വെർമിസെൽ ഉണ്ടല്ലോ, അതൊരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കണം. പിന്നെ മാങ്ങ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, അതും ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മാംഗോ പ്യൂരി ഉണ്ടല്ലോ, അതും നമുക്കൊരു ഏകദേശം ഒരു 2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ തിളപ്പിച്ച് തണുപ്പിച്ചെടുത്തേക്കുന്ന പാലുണ്ടല്ലോ, അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ലേശം പാലും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇങ്ങനെ ലെയറായിട്ടാണ് നമ്മൾ ഫലൂഡ സെറ്റ് ചെയ്യുന്നത്. നമ്മൾ എടുക്കുന്ന എല്ലാ ഐറ്റവും നല്ലതുപോലെ തണുപ്പിച്ചെടുത്തിട്ടുള്ള ഐറ്റംസ് ആയിരിക്കണം. ആദ്യത്തെ ഒരു ലെയർ ഞാൻ സെറ്റ് ചെയ്തു. വീണ്ടും റിപ്പീറ്റഡായിട്ട് അതേ സെയിം പോലെ തന്നെ ഒരു ലെയറും കൂടെ നമുക്ക് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. സബ്ജ സീഡ്സ് ഇട്ട് കൊടുത്തു. പിന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന വെർമിസെല്ല് ചേർത്ത് കൊടുക്കണം. എല്ലാം ഒരു 2 ടീസ്പൂൺ അളവിലൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. മാങ്ങയുടെ കഷ്ണങ്ങൾ നുറുക്കിയതും പിന്നെ മാങ്ങയുടെ പ്യൂരിയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അവസാനം നമ്മൾ ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കുന്നതെന്ന് പറയുന്നത് ഒരു 2 സ്കൂപ്പോളം മാംഗോ ഐസ്ക്രീമാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാനിലയുടെ ഐസ്ക്രീം ലാസ്റ്റിൽ വെച്ച് കൊടുത്താലും മതി. മാംഗോയുടെ ഐസ്ക്രീമോ വാനില ഐസ്ക്രീമോ ഒരു 2 സ്കൂപ്പ് ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് മാങ്ങ ചെറുതായിട്ട് നുറുക്കിയത് ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. പിന്നെ നട്ട്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് ചോപ്പ് ചെയ്തതും ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്.
ഈ ഫലൂഡ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയും കൂടെ ഞാൻ സെൻറ്ററിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഈസി ആയിട്ടുള്ള ഫലൂഡ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ഗ്ലാസ് കഴിച്ചാൽ തന്നെ നമുക്ക് വയറ് നിറയും. ഈ ഒരളവിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ 2 ഗ്ലാസ് ഫലൂഡ തയ്യാറാക്കി എടുക്കാനുള്ളതുണ്ട്. ഇപ്പോൾ എല്ലായിടത്തും മാങ്ങ ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള സമയമാണല്ലോ. അപ്പോൾ കൂട്ടുകാർക്ക് ഇതുപോലെ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ പുറത്തുനിന്ന് അധികം വില കൊടുക്കാതെ നമുക്ക് ഈസി ആയിട്ട് ഫലൂഡ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. വളരെ ടേസ്റ്റിയാണ്. ഇവയെല്ലാം കൂടി ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കാൻ. ഇന്നത്തെ ഈ മാംഗോ ഫലൂഡ റെസിപ്പി കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകല്ല്. ഇനിയും അടുത്ത ദിവസം ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള റെസിപ്പി കൂട്ടുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കൂട്ടുകാരുടെ ഇടയിലേക്ക് എത്തുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.